ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പദവികളിൽ ആരൊക്കെ എന്നുള്ളതാണ്. ഇത് എക്സാമിന് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് 1-2 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നിലവിലെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. നമുക്കറിയാം നിലവിലെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം. 23ാമത്തെ കേരള ഗവർണറാണ്. അതോടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. അപ്പം നിലവിലെ 23ാമത് കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ക്ലിയർ ആണ്. അടുത്തത് നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രപതി. നിലവിലെ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം ദ്രൗപദി മുർമു ആണ് കേട്ടോ. അപ്പോൾ നിലവിലെ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അതേ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചോണം. രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യ ഗോത്രവർഗ വനിത കൂടിയാണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ 2ാമത്തെ വനിതാ രാഷ്ട്രപതി, അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. അപ്പോൾ കണക്ട് ചെയ്ത് ഇത്രയും പഠിച്ചോണം. നിലവിലെ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഈ ഒരു രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യ ഗോത്രവർഗ വനിതയാണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ 2ാമത്തെ വനിതയാണ് രാഷ്ട്രപതി പദവിയിലെത്തുന്ന 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. അതായത് 15ാമത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. തമിഴ്നാട് സ്വദേശിയാണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു അപ്പോയിൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പം പഠിച്ചോളൂ. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹം ഒരു ഹരിയാന സ്വദേശിയാണ് കേട്ടോ. അതോടെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹരിയാന സ്വദേശിയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതുപോലെ തന്നെ ഹരിയാന സ്വദേശിയാണ് അദ്ദേഹം. അടുത്തത് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ ആണ് കേട്ടോ. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. നിലവിലെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രതൻ യു ഖേൽക്കർ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇത് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A. ഷാജഹാൻ. അടുത്തത് എന്താണ്? നിലവിലെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രതൻ യു ഖേൽക്കർ. രതൻ യു ഖേൽക്കർ. അടുത്ത പോയിന്റ് നോക്കാം. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. എത്രാമത്തെ ഗവർണറാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. നിലവിലെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. നിലവിലെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A. ജയതിലക് IAS ആണ്. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A. ജയതിലക് IAS. കേരളത്തിൻ്റെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? DGP റവാഡ A. ചന്ദ്രശേഖർ IPS. റവാഡ A. ചന്ദ്രശേഖർ IPS ആണ് കേരളത്തിൻ്റെ നിലവിലെ DGP. കേരളത്തിൻ്റെ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? K. സേതുരാമൻ IPS ആണ് കേട്ടോ. K. സേതുരാമൻ IPS. അപ്പോൾ കേരളത്തിൻ്റെ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? K. സേതുരാമൻ IPS. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. അടുത്ത് നോക്കാം. കേരള PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു. കേരള PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു. കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്?
ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ് കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. കേരള സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, NHRCയുടെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അടുത്ത നോക്കാം. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ, രാജ്കുമാർ ഗോയൽ. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. അതുപോലെ തന്നെ അടുത്തിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായിട്ടുള്ള മലയാളി ആരാണ്? PR രമേശ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം പഠിച്ചു വെച്ചോളൂ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? PR രമേശ് ആണ്. PR രമേശ് ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഇത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിലവിൽ അംഗമായിട്ടുള്ള മലയാളി ആരാണ്? PR രമേശ്. PR രമേശ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ അഥവാ OBC കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹൻസ് രാജ് ആഹിർ. ഹൻസ് രാജ് ആഹിർ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വാലേറ്റി പ്രേംചന്ദ് ആണ് കേട്ടോ. വാലേറ്റി പ്രേംചന്ദ് ആണ്. ചോദിക്കാം, റീസെൻ്റ് ആയിട്ട് നടന്നൊരു അപ്പോയിൻമെൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വാലേറ്റി പ്രേംചന്ദ്. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ്. കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ നിലവിലെ CAG ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? K സഞ്ജയ് മൂർത്തി. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ CAG ആരാണ്? K സഞ്ജയ് മൂർത്തി. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യവും നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയുമാണ് കേട്ടോ. അടുത്തത് പറയാൻ പോകുന്നത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുമ്പിൽ ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ബിവറേജ് LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ എക്സൈസ് ഓഫീസർ, ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ തുടങ്ങി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങളെങ്ങും തേടി അലേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് ലൈവ് ക്ലാസ് ആയിരിക്കും. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലഗ്രാമിലായിരിക്കും. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ
8:30 വരെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. 7:30 മുതൽ 8:30 വരെ വൈകുന്നേരം 1 ഹവർ ക്ലാസ് ആയിരിക്കും വരുന്നത്. 1 ഹവർ ലൈവ് സെക്ഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത്. ലൈവ് ഓഡിയോ ക്ലാസ് ആയിരിക്കും. അപ്പം നമുക്ക് ലൈവ് ഇൻട്രാക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകാം. ആ ക്ലാസ്സിന് കയറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുകൂടാതെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സസും വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 6 മാസത്തെ കാലാവധിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 25 മുതലാണ്. അതായത് നമ്മുടെ ഈ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊസൻ ഓഫീസർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ദിവസം ജനുവരി 25-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ്. വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെയാണ് ക്ലാസ് വരുന്നത്. 1 ഹവർ ക്ലാസ് ആയിരിക്കും വരുന്നത്. പിന്നെ ആ ക്ലാസ്സിൽ തന്നെ PDF നോട്ട്സ്, മോക്ക് ടെസ്റ്റ്, റിവിഷൻ ക്ലാസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമുക്കൊരു 6 മാസക്കാലം കറണ്ട് അഫയേഴ്സ് നിങ്ങളെങ്ങും തേടി അലയേണ്ടതില്ല. നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഡെയിലി ക്ലാസ്സിലൂടെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിതിൽ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് കൂടിയായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലോട്ട് ജോയിൻ ചെയ്യുക. 81 299 339. ജനുവരി 25 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സ് ഫീ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അടുത്ത പോയിന്റ് നോക്കാം. UPSC ചെയർമാൻ ആരാണ്? നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാറാണ്. റെയിൽവേ ബോർഡിൻ്റെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ആരാണ്? ജയവർമ്മ സിൻഹയാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആദ്യ വനിതാ ചെയർപേഴ്സൺ ആയതുകൊണ്ട് തന്നെ ചോദിക്കാം. അടുത്തിടെ നടന്ന ഒരു നിയമനമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. റെയിൽവേ ബോർഡിൻ്റെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? ജയവർമ്മ സിൻഹ. ജയവർമ്മ സിൻഹ, മറക്കരുതേ. അടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആരാണ്? ഡോക്ടർ S ജയശങ്കർ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയല്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ് ഡോക്ടർ S ജയശങ്കർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. അടുത്ത നോക്കാം. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. നബാർഡ് ചെയർമാൻ ആരാണ്? നിലവിലെ നബാർഡ് ചെയർമാൻ ഷാജി KV ആണ്. അപ്പം നിലവിലെ നബാർഡ് ചെയർമാൻ ആരാണ്? ഷാജി KV ആണ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഉത്പൽ കുമാർ സിംഗ് ആണ്. അപ്പം ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ KN ഹരിലാലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിൻ്റെ 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ KN ഹരിലാൽ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ VK രാമചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ VK രാമചന്ദ്രനാണ് കേട്ടോ. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആരാണ്? K സച്ചിദാനന്ദൻ. സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാന്നുള്ളത് ആരാണ്? K സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷൻ ആരാണ്? മുരളി ചിരോത്ത്. കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. ഞാനപ്പോൾ ഇത്ര ഒന്നുകൂടെ പറയാം, പഠിച്ചോളൂ. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷൻ മുരളി ചിരോത്ത്. കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. അടുത്തത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. റീസെൻ്റ് ആയിട്ട് നടന്നൊരു നിയമനമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം പഠിച്ചു വെച്ചോളൂ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടി. കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? G ശശിധരനാണ്. കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ G ശശിധരൻ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജറാണ് കേട്ടോ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജറാണ്. നിലവിലെ SBI ചെയർമാൻ ആരാണ്? ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. അപ്പം 2 മാസം മുമ്പ് നടന്നൊരു പരീക്ഷയ്ക്കും SBI ചെയർമാനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചോദിക്കാം. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അഥവാ SBIയുടെ ചെയർമാൻ ആരാണ്? ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്.
അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ അതായത് UN ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണെന്നുള്ളത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യം, സ്വദേശം പോർച്ചുഗലാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഐക്യരാഷ്ട്രസഭയുടെ അഥവാ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം ഒരു പോർച്ചുഗൽ സ്വദേശിയാണ്. അടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ WHO ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് ആദാനോം ഗബ്രിയേസസ് ആണ് കേട്ടോ. ടെഡ്രോസ് ആദാനോം ഗബ്രിയേസസ് ആണ് വരുന്നത്. അദ്ദേഹമാണ് WHO ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. ഇദ്ദേഹം എത്യോപ്യക്കാരനാണ്. അതുകൂടാതെ തന്നെ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരൻ കൂടിയാണ് ഇദ്ദേഹം കേട്ടോ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം. ഏത് രാജ്യക്കാരനാണ്? എത്യോപ്യക്കാരനാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന അഥവാ WHO ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ആണ്. ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ് കേട്ടോ. അജയ് ബംഗയാണ് ലോക ബാങ്ക് പ്രസിഡന്റ്. പ്രത്യേകതയുണ്ട്, ലോക ബാങ്കിൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിലവിലെ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. അദ്ദേഹം ഈ ലോക ബാങ്കിൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. അടുത്ത നോക്കാം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOAയുടെ പ്രസിഡന്റ് ആരാണ്? നിലവിലെ PT ഉഷയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആദ്യ മലയാളി താരമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയും ആദ്യത്തെ മലയാളി താരവുമാണ് ആരാണ്? PT ഉഷ. ക്ലിയർ ആണ്. അതുകൂടാതെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി JP നദ്ദ. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സുശീല കാർക്കിയാണ് കേട്ടോ. നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് സുശീല കാർക്കി. അപ്പം നേപ്പാളിൻ്റെ പുതിയ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ്? സുശീല കാർക്കിയാണ്. അതുപോലെ തന്നെ ജപ്പാൻ്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത ആരാണ്? സനൈ തക്കായിച്ചിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ജപ്പാൻ്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതയായത് ആരാണ്? സനൈ തക്കായിച്ചി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് 1-2 മാർക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്ന് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ നമ്മൾ വരുന്നതാണ്, ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. താങ്ക് യു ഓൾ.